ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഇന്നത്തെ വീഡിയോ ഒരു LG സൗണ്ട് ബാറിനെ കുറിച്ചാണ്. ഇതിൻ്റെ മുമ്പേയും വേറെയും സൗണ്ട് ബാറിൻ്റെ അൺബോക്സിങ് റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു സൗണ്ട് ബാറാണിത്. കൂടാതെ നമ്മൾ മുമ്പ് ചെയ്ത സൗണ്ട് ബാറൊക്കെ ഒരു മിഡിൽ റേഞ്ചിൽ വരുന്നത്, അതുപോലെ തന്നെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടുള്ളൊരു സൗണ്ട് ബാറൊക്കെ ആയിരുന്നു. എന്നാൽ ഈ ഒരു സൗണ്ട് ബാർ വരുന്നത് കുറച്ച് ഹൈ പ്രൈസിലുള്ളൊരു സൗണ്ട് ബാറാണിത്. അപ്പോൾ LG SL9Y എന്ന് പറയുന്ന ഈ ഒരു മോഡലിലെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് വരുന്നത് 4.1.2 ചാനലായിട്ടാണ്. ഇത് നമുക്ക് 6.1.2 ചാനലായിട്ട് മാറ്റാനും സാധിക്കും. ഇത് പിന്നെ ഡോൾബി അറ്റ്മോസും അതുപോലെ തന്നെ DTS X സറൗണ്ടുമാണ് ഇത് വരുന്നത്. പിന്നെ ബോക്സിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് എഴുതിയത് കാണാം, സൗണ്ട് ബാർ വിത്ത് മെരീഡിയൻ. ഈ മെരീഡിയൻ എന്നുള്ളത് ഒരുപാട് നല്ല ഹൈ ക്വാളിറ്റിയുള്ള കമ്പനികളൊക്കെ യൂസ് ചെയ്യുന്നതാണ് സൗണ്ടിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്നോളജി. അതുപോലെ തന്നെ നമ്മൾ പയനീർ കാർ സ്റ്റീരിയോ അതുപോലെ സ്പീക്കർ ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ മെരീഡിയൻ ടെക്നോളജി തന്നെയാണ്. അപ്പോൾ ഈ മെരീഡിയൻ ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സൗണ്ടാണ് നമുക്ക് ഇന്ന് കിട്ടുന്നത്. എല്ലാ ഒരു സൗണ്ട് ബാർ സിസ്റ്റം വരുന്നത് പോലെ തന്നെ ഈ ബാറും ഈ സബ് വൂഫറും തമ്മിൽ വയർലെസ് ആയിട്ടാണ് കണക്റ്റ് ആകുന്നത്. നമുക്ക് ബാർ ടിവിൻ്റെ അടിയിൽ വെക്കുകയാണെങ്കിൽ സബ് വൂഫർ നമുക്ക് സോഫിൻ്റെ അടിയിലോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കുകയാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക് പെയർ ആവുന്നതാണ്. അപ്പം ബോക്സ് ഓപ്പൺ ചെയ്ത് സൗണ്ട് ബാർ പുറത്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം മുകളിലായിട്ട് ബാറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബാർ നമുക്ക് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വേറെ എന്തൊക്കെ വരുന്നത് നോക്കാം. അടുത്തതായിട്ട് വരുന്നത് സബ് വൂഫറാണ്. സബ് വൂഫറും പുറത്തെടുത്ത് വെക്കാം. അത് കൂടാതെ നമുക്ക് ബോക്സിൻ്റെ അകത്ത് കുറച്ച് ആക്സസറീസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പിന്നെ വരുന്ന ആക്സസറീസ് നമുക്ക് വാളിലൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിമോട്ടാണ്, പിന്നെ ഒപ്റ്റിക്കൽ കേബിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ യൂസർ മാനുവലും. ഇത്രയാണ് ഈ ബോക്സിൽ വരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ സബ് വൂഫറിൻ്റെ ഒരു സൈസ് നോക്കാം. വിഡ്ത്ത് വരുന്നത് 8.7 ഇഞ്ചും അതുപോലെ തന്നെ ഹൈറ്റ് വരുന്നത് 15.4 ഇഞ്ചും ഡെപ്ത്ത് വരുന്നത് 12.3 ഇഞ്ചുമാണ് ഉള്ളത്. അതേപോലെ നമുക്ക് ഈ ബാറിൻ്റെ സൈസ് ഒന്ന് നോക്കാം. വിഡ്ത്ത് വരുന്നത് 48.3 ഇഞ്ചും അതുപോലെ തന്നെ ഹൈറ്റ് വരുന്നത് 2.2 ഇഞ്ചും ഡെപ്ത്ത് ആണെങ്കിൽ 5.7 ഇഞ്ചുമാണ് വരുന്നത്. ഇനി ഒരു സൗണ്ട് ബാറിൻ്റെ വെയിറ്റ് വരുന്നത് 16 kg ആണ്. ഇത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ 4.1.2 ചാനലാണ്. അത് നമുക്ക് 6.1.2 ചാനലായിട്ട് മാറ്റാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ 2 വയർലെസ് സ്പീക്കർ വാങ്ങുകയാണെങ്കിൽ നമുക്കത് രണ്ടും ഇതുമായിട്ട് പെയർ ചെയ്തിട്ട് നമുക്കിത് 6.1.2 ചാനലായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ 6.1.2 ചാനലാക്കുകയാണെങ്കിൽ 2 സ്പീക്കർ റിയറിൽ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സറൗണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിന്. ഇനി ഈ 4.1.2 ചാനൽ എന്ന് പറയുന്നത് 4 സ്പീക്കർ ബാറിൻ്റെ ഫ്രണ്ടിലായിട്ടും 2 സ്പീക്കർ ബാറിൻ്റെ മുകളിലായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സബ് വൂഫറും. അങ്ങനെ 4.1.2 ചാനൽ എന്ന് പറയുന്നത്. ഇനി ബാറിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ടും അതുപോലെ തന്നെ മുകളിലായിട്ടും LED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. മുകളിൽ തന്നെയാണ് ഇതിന് ബട്ടൺസ് ഒക്കെ വരുന്നത്. ബട്ടൺസ് ഫുള്ളും വരുന്നത് ടച്ച് ആയിട്ടാണ്. ഇതിൻ്റെ കണക്ടിവിറ്റി നോക്കാം. ബാറിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. HDMI ഇൻ കൊടുത്തിട്ടുണ്ട്, HDMI ARC, പിന്നെ ഒപ്റ്റിക്കൽ ഇൻപുട്ട്, അതുപോലെ തന്നെ USB പോർട്ട്. അങ്ങനെ ഇത്രയും കണക്ടിവിറ്റിയാണ് ഇതിൽ വരുന്നത്. ഇത് കൂടാതെ ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യാം, പിന്നെ വൈഫൈയുമായിട്ട് കണക്ട് ചെയ്യാം. ഇത് കൂടാതെ ഇതിൽ ബിൽറ്റ് ഇൻ ക്രോംകാസ്റ്റ് വരുന്നുണ്ട്. ഇനി നമുക്കിത് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഗൂഗിൾ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെ ഈ ഗൂഗിൾ ഹോം മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് ചോദിക്കും അപ്ഗ്രേഡ് എന്ന്. അപ്പോൾ നമുക്ക് ഈ ഹോം തിയേറ്ററുമായിട്ട് ഈ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതുമായിട്ട് പെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് റൂമിലാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ സിറ്റ് ഔട്ടിലാണ് സിറ്റ് ഔട്ടിൽ, ഹാളിൽ, റൂമിലാണല്ലോ റൂമിൽ, എവിടെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ഇതിൽ ഈ ആപ്ലിക്കേഷൻ വഴി സെറ്റ് ചെയ്തിട്ട് അതിന് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ കൂടാതെ നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റ് ഓപ്ഷനും കൂടെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വൈഫൈ ഓപ്ഷൻ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ ഈ വൈഫൈ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ഒരു സൗണ്ട് ബാറിൻ്റെ ടോട്ടൽ RMS വരുന്നത് 500 വാട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന ഈ റിമോട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് ഫംഗ്ഷൻസ് ഈ റിമോട്ടിൽ വരുന്നുണ്ട്. നമുക്ക് സബ് വൂഫറിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ എക്വലൈസർ വരുന്നുണ്ട്, പിന്നെ റിപ്പീറ്റ് ഓപ്ഷൻ, പിന്നെ പവർ ബട്ടൺ, പിന്നെ ഫംഗ്ഷൻ ബട്ടൺ, പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ബട്ടൺ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ബട്ടൺസ് ഒക്കെ നമ്മൾ റിമോട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈഫൈയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഗൂഗിൾ ഹോം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ അത് ഡോൾബി അറ്റ്മോസ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് കേട്ട് നോക്കാം. ഇതിൽ ആ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രമാത്രം ഇതിന് ആ എഫക്റ്റ് അറിയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഇതിൻ്റെ സൗണ്ട് വരുന്നത് നമുക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് മുകൾ ഭാഗത്തുള്ള 2 സ്പീക്കറിൽ നിന്നാണ്. This is Dolby Cinema. It's where the most advanced cinematic technology you've ever experienced begins. This is Dolby Atmos.
യൂട്യൂബിൽ നിന്ന് പ്ലേ ചെയ്ത ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു സൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. എത്രമാത്രം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടിയെന്ന് അറിയില്ല. ഇനി നമുക്ക് നോർമൽ മ്യൂസിക് ഇട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി അങ്ങനെ ഉണ്ട് എന്ന് ഇപ്പോൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നല്ല ഹൈ ബാസ് സൗണ്ടൊക്കെ കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി സ്റ്റീരിയോ സൗണ്ടും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ 2 സ്പീക്കർ വരുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സൗണ്ട് തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് നോക്കാം. ഇതിന് UAE വരുന്ന പ്രൈസ് 2799 ദിറംസ് ആണ്. അപ്പോൾ ഇത്രയാണ് LG SL9Y എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റിൽ കൂടെ ചോദിക്കാവുന്നതാണ്. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.